So last what did we study about a leisure? Leisure means it's a shyness. അതിന്റെ ഷൈനസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതായത് റഫ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകും. ഇപ്പം ഒരേപോലെയുള്ളതാകുമ്പം സ്റ്റീലും അയണും രണ്ട് ഹാർഡ് ആണ്. ബട്ട് വൺ ഈസ് സ്മൂത്ത് ഓർ ഷൈനിങ് ആൻഡ് അനദർ വൺ ഈസ് എ ഹാർഡ്. ഇപ്പൊ സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പിടിക്കുമ്പോഴേ സ്റ്റീൽ പ്ലേറ്റ്, സ്റ്റീലിന്റെ സ്പൂണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ടച്ച് ചെയ്യുമ്പോഴേക്കും നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട് അല്ലെ. ബട്ട് what about the iron things? Iron materials are hard. But if you take a sandpaper or something like that, when it will rub nicely, that iron also will become soft. Soft എന്ന് പറഞ്ഞാൽ somewhat leisure. അതായത് വെച്ചാൽ ഒരു തരം മിനുസമുള്ള രീതിയിലേക്കാകും അല്ലെ. നിങ്ങൾ സാൻഡ് പേപ്പർ കണ്ടിട്ടുണ്ടോ? സാൻഡ് പേപ്പർ അറിയാമോ? സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇഫ് എനി കാർപ്പൻറ്റേഴ്സ് കം ടു യുവർ ഹൗസ്, കാർപ്പൻറ്റേഴ്സ് ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവര് തടിയൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിട്ട് യെസ്, ശ്രീ വിഷ്ണു ഷോയിങ്, വെരി ഗുഡ്. ഡു ഹാവ് ഇറ്റ് അറ്റ് ഹോം? ശ്രീ വിഷ്ണു, is your father a carpenter? Yes, is your father a carpenter? Sri Vishnu? yes. Yeah, very good. Carpenters, then painters, അങ്ങനെ പണിയെടുക്കുന്ന പല ആൾക്കാരുടെ അടുത്തും. കാരണം ഈ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചിട്ടൊക്കെയാണ് അവർ പോളിഷ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അവർ അതുപോലെ തന്നെ പെയിന്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവര് തേച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സിമെന്റിന്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് റബ് ചെയ്യും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കത്തിക്ക് മൂർച്ചയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും സാൻഡ് പേപ്പർ ഉപയോഗിച്ച്. യാ, ആദ്ര ഓൾസോ ഇസ് ഹാവിങ്. ഓക്കെ, ഗുഡ് അല്ലെ. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് കത്തി ഷാർപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സാൻഡ് പേപ്പറിന്റെ വൺ സൈഡ് എന്താണ് ഇങ്ങനെ പരുപെടുത്തിരിക്കുന്നതായിരിക്കും അല്ലെ. അപ്പം അത് വെച്ച് കത്തി ഇങ്ങനെ റബ് ചെയ്യും. ദേ വിൽ റബ് ദ നൈഫ് and then what will happen? It will become soft and sharp. അത് ഷാർപ്പ് ആകും, കത്തിക്ക് ഷാർപ്നെസ് ഉണ്ടാകും, മൂർച്ച ഉണ്ടാകും. ഓക്കെ, സോ ഈ ലഷർ ഇതുപോലെയാണ്. വുഡൻ പീസും നമുക്കറിയാം, വുഡൻ പീസും അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റീലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എടുത്ത് രണ്ടും തിക്കാണ്, ഹാർഡ് ആണ്, ബട്ട് അതിന്റെ സോഫ്റ്റ്നെസ് ഡിഫറൻസ് ആയിരിക്കും അല്ലെ. സോ ഈ വുഡൻ പീസിനെ നമ്മൾ അതുപോലെ ചെയ്യാറുണ്ട്, ഷാർപ്പ് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് റബ് ചെയ്തിട്ട് അതിനെ മിനുസപ്പെടുത്താറുണ്ട്. അപ്പൊ നമുക്കറിയാം നിങ്ങളുടെ വീട്ടിലെ ഡോറൊക്കെ, you have doors at home, isn't it? Or furnitures like dining table, desk, bench, like such things which are made by wooden. And നിങ്ങളുടെ വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയത് എങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് കാർപ്പൻറ്റർ അത് ഉണ്ടാക്കിയതെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും, അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു റഫ്നെസ് ഉണ്ടാകും, റഫായിരിക്കും സംഭവം. പക്ഷെ അല്ല, അതിനുശേഷം അവർ ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതേപോലെ റബ്ബ് നൈസില് നന്നായിട്ട് റബ്ബ് ചെയ്യും, ഉരച്ചുരച്ച് അതിന്റെ പൊടി കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അവർ പോളിഷ് ചെയ്യും. ഡോറൊക്കെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് വി ഷാൽ സ്റ്റഡി അബൌട്ട് texture. Texture means different materials will different when you touch them. That is, they have different textures. For example, metal is hard and smooth, whereas wool is soft and rough. Soft materials can be compressed or scratched easily. Hard materials are difficult to compress. What is texture എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാവോ? ഓരോ സാധനങ്ങളും ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനെ തൊട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ഹാർഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, മെറ്റൽസ് ലൈക്ക് സ്റ്റീല്, അയൺ ആൻഡുള്ള. അപ്പൊ ആ സാധനത്തെ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ എന്താ പറയണ്ടേ, സ്റ്റീൽ എടുക്കുക, ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക. സ്റ്റീൽ പ്ലേറ്റിൽ തൊട്ട് കഴിയുമ്പോഴത്തേക്കും സ്റ്റീൽ പ്ലേറ്റ് ഇങ്ങനെ അമിഞ്ഞു പോകുമോ? നോ, ഇറ്റ് ഈസ് ഹാർഡ്. സോ അതിങ്ങനെ ഒന്നും അതിന്റെ ആ ഷേപ്പ് മാറുകയേ ഇല്ല അല്ലെ. ബട്ട് ഇറ്റ് ഈസ് സോഫ്റ്റ്. സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്കത് ഹാർഡാണ്, പക്ഷെ അത് നല്ല മിനുസുണ്ട് അല്ലെ. പക്ഷെ സെയിം വേ നമ്മളൊരു വുളൻ ക്ലോത്ത് എടുക്കുക. വുളൻ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അത്, അതെന്താ സൗണ്ട് വരുന്നത്? ആരെയും മ്യൂട്ട് ചെയ്യാനുള്ള ആള്, സോറി അൺമ്യൂട്ട് ചെയ്യാനുള്ള ആള് പ്ലീസ് അൺമ്യൂട്ട് ചെയ്യേ. ഓക്കെ, പക്ഷെ നമ്മള് വുളൻ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആണ്, പക്ഷെ അത്
നമ്മൾ തൊടുമ്പോൾ നമുക്ക് അതൊരു റഫ് പോലെ തോന്നാറുണ്ട് അല്ലെ, കമ്പയർഡ് ടു സിൽക്ക് ക്ലോത്ത്. സിൽക്ക് ക്ലോത്തിനെ പോലെ നമുക്ക് അതിന്റെ ഒരു മിനുസം നമുക്ക് തോന്നുവോ? ഇല്ല. വുളൻ ക്ലോത്തിന് ചെറിയൊരു റഫ്നെസ് ഉണ്ട്, പക്ഷെ സംഭവം സോഫ്റ്റ് ആണ്. സെയിം വേ ഇപ്പൊ ഹാർഡ് നമ്മൾ പറഞ്ഞ സ്റ്റീലിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റീലിലൊക്കെ തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു തണുപ്പ് പോലെ തോന്നും, സോഫ്റ്റ്നെസ് തോന്നും. പക്ഷെ അത് ഹാർഡാണ് സാധനം. So materials can be classified on the basis of their texture. In activity, activity 5 investigation, close your eyes, ask your friend to collect various materials like a silk cloth, woolen cloth, metal spoon, wooden spoon, glass tumbler, plastic tumbler, etc. Touch this with your eyes closed. Can you make out what materials each is made up of by touching it? So here one activity is given. Ask your friend or brother or sister to close your eyes properly with a tie with a cloth or something like that way. And then tell them to bring things made up of woolen, like woolen cloths, silk cloth, then plate, glass. Plate means a steel plate, and fiber plate also you can take. That is another made up of another material. Okay, then iron things on any other things like that way. അങ്ങനെ ഓരോന്നും നിങ്ങളുടെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കണ്ണ് കാണുന്നില്ല ഇപ്പം. So you have to touch and find out whether those things are made up of steel or woolen or iron and all. മനസ്സിലായോ? നിങ്ങളുടെ കണ്ണ് മൂടി കെട്ടിയിട്ട്, അതായത് തുണി എന്തെങ്കിലും വെച്ചിട്ട് മൂടി കെട്ടിയിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പല സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അതിന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അതൊരു തുണിയാണ്, അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് ആണ്, അല്ലെങ്കിൽ ഇതൊരു വുളൻ ക്ലോത്ത് ആണ്, ഇറ്റ്സ് എ സിൽക്ക് ക്ലോത്ത്, ഇറ്റ്സ് എ സ്റ്റീൽ പ്ലേറ്റ്, ഓർ ഇറ്റ് ഈസ് എ ഫൈബർ പ്ലേറ്റ്, ഓർ ഇറ്റ് ഈസ് എ ഗ്ലാസ് പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്. അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്. Most materials can be placed into one of the three groups: solid or liquid or gas. All things have any of these three states. Maybe it is solid, liquid or gaseous things. And you know what is solid things? What is solid things? Jiva, what is solid thing? Solid nu parnal endana? ജീവ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ടെൽ. വേഗം കേൾക്കുന്നില്ലേ ജീവ? ജീവ ജോർജ്, ജീവ കേട്ടില്ലേ? ജീവ ജോർജ്, ക്യാൻ യു ഹിയർ മീ? ജീവ സ്റ്റക്ക് അല്ല താനും, പിന്നെന്താ ജീവ കേൾക്കുന്നില്ലേ? Joel, can you answer what is solid? Solid means what? കട്ടിയുള്ള അല്ലെ, തിക്ക് ആയിട്ടുള്ള. തിക്ക് മീൻസ് കട്ടിയുള്ള, ഹാർഡ് തിങ്സ്. ഹാർഡ് മീൻസ് നോട്ട് സോ ഹാർഡ്, നല്ല കടുപ്പുള്ളതെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോളിഡ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ലിക്വിഡ്, ജോയൽ? ലിക്വിഡ് മീൻസ്, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ മോനെ? Okay, who knows what is the meaning of liquid? Okay, Hari. ഈ വെള്ളം പോലത്തെ. Okay, അതിനെന്താ പറയുന്നത്? വാട്ടറിഷ് തിങ്സ്. ലിക്വിഡ് മീൻസ് വാട്ടറിഷ് തിങ്സ്, ദ്രവരൂപത്തിലുള്ളത്. Okay, what is gases? Gas means? Gas means വാതകം. വാതകം. Okay, വാതകം. Okay, so ദ്രവരൂപം, ഖരരൂപം, വാതകരൂപം, അങ്ങനെയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും തിങ്സ് ഉള്ളത്, മൂന്നും ഉള്ളത്. ഓക്കെ, മൂന്ന് ഏതെങ്കിലും. ഇനി നമുക്കറിയാം, മോസ്റ്റ് മെറ്റീരിയൽസ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ടു വൺ ഓഫ് ദ ത്രീ ഗ്രൂപ്പ്സ്: സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. See here, classify activity 6, observation and inference. Classify the following as solid, liquid, gas: coin, book, oxygen, petrol, stone, water, hydrogen, orange juice, water vapor. Okay, now who will? Okay, Muhammad Sharif, can you classify those things into three groups: liquid, solid and gaseous things? What are those things? Coin, book, oxygen, petrol, stone, water, hydrogen, orange juice, water vapor.
ഷാനിഫ് സ്റ്റക്ക്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പളേ സ്റ്റക്ക് ആകും. നെക്സ്റ്റ് ഇവിടെ ആതിരപ്പി. ഇത് ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് തന്നിരിക്കുന്ന വസ്തുക്കളെല്ലാം വേഗം തിരിച്ച് ഇതിനകത്ത് ഗ്യാസ് ഫോമിലുള്ള സോളിഡിലുള്ളത് ഏതൊക്കെയാണ്? പേജ് നമ്പർ 38. കോയിൻ, ബുക്ക്, സ്റ്റോൺ, ഓക്കെ. നെക്സ്റ്റ് ലിക്വിഡ്സ് ഏതൊക്കെയാണ്? liquid, petrol, orange juice and water vapor. Petrol, orange juice, water. അത്രേ ഉള്ളോ? ഓർമ്മ കണ്ടല്ലോ. 4 items ആർക്കത്? Petrol, water, orange juice, water vapor. Okay, good. What are those gas forms? ഗ്യാസിലുള്ളത് ഏതൊക്കെയാണ്? Oxygen, hydrogen. ഈ വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ മോളെ, അറിയാവോ? നോ. വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാല് വെള്ളം നീരാവിയായിട്ട് വരുന്നില്ലേ? നീരാവി, അതാണ്. അപ്പൊ അത് ഏത് ഫോമിലാണ്? ലിക്വിഡിലാണോ ഗ്യാസ് ഫോമിലാണോ ഉള്ളത്? അത് ഗ്യാസ് ഫോമിലാണ്. സോറി കേട്ടോ, ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് വാട്ടർ 4 എന്ന് പറഞ്ഞത്. 3 only സോളിഡ്സ്, ലിക്വിഡ്സ് 4 only, which are those? പെട്രോൾ, വാട്ടർ ആൻഡ് ഓറഞ്ച് ജ്യൂസ്. ആൻഡ് ഗ്യാസ് ഫോമിലുള്ളത് ഏതൊക്കെയാണ്? ഓക്സിജൻ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പർ. ഓക്കെ. Next, what is the difference between the 3 states? The difference lies in the way they change their shape and volume. ഇനി എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? This is in liquid form and this is in solid form and that is in a gaseous form. How we will tell? According to the shape of that. Now, see, solids do not easily change their shape or volume. What is the meaning of volume? V-O-L-U-M-E. Volume means ഇവിടെ എന്താ അർത്ഥം? വോളിയം എന്ന് പറഞ്ഞാൽ ഭാരം. സോളിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓക്യുപ്പൈ ചെയ്യാനുള്ളത് സ്ഥലം. ഇനി സോളിഡ്സ് ഡു നോട്ട് ചേഞ്ച് ദെയർ ഷേപ്പ് ഈസിലി. സോളിഡിന്റെ ഷേപ്പ് പെട്ടെന്ന് മാറുമോ? ഇല്ല. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് എ പെൻ ഡ്രൈവ്. ഇൻ വിച്ച് ഫോം ഇറ്റ് ഈസ്? ശ്രീ വിഷ്ണു is stuck. Here, Arjun. Pen drive. In which form it is? In liquid form or solid form or gas form? Solid form. Okay. Now, this thing it is a solid. It is in solid form, and its shape cannot be changed so easily. ഇതിന്റെ ഷേപ്പ് പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ നമുക്ക്? By holding like this way, something like that will? No. So any solid things shape will not change so easily. But ഞാൻ പറയത്തില്ല മാറത്തില്ല എന്ന് പറയില്ല. If I break it like this way, the shape is changed, isn't it? അല്ലാതെ ഇതിങ്ങനെ ഇരുന്നാൽ ഇതിന്റെ ഷേപ്പ് മാറുമോ? ഇല്ല. ജീവ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Can you hear, ജീവ? ജീവി അവിടെ സംസാരിക്കുന്നതോ എന്താണ്, ജീവി ചിരിക്കുന്നതും എല്ലാം കാണുന്നുണ്ട്. ഇവിടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജീവ ഈസ് നോട്ട് അറ്റ് ഓൾ റെസ്പോണ്ടിങ്. അപ്പൊ അവിടെ ചിരിക്കുന്നതാണ്? വീട്ടിലെ മമ്മിയോടോ ബ്രദറിനോടോ സിസ്റ്ററിനോടോ ആരോടോ ആരെങ്കിലും സംസാരിക്കുന്നതാണോ? ചിരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെന്താ ഞാൻ മുമ്പേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ നീ അനങ്ങാതിരുന്നേ? You didn't hear? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? Do you have earphone? ഇയർഫോൺ ഉണ്ടോ? ഇയർഫോൺ ഇല്ല. അപ്പൊ ചോദിക്കുന്നൊക്കെ കൊച്ചു കേൾക്കുന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിന്നെ ഇല്ല, റെസ്പോൺസ് ഇല്ല. ഓക്കെ. നൗ സീ, നമ്മളുടെ എന്ത് സോളിഡ് തിങ്സ് എന്താണെങ്കിലും അതിന്റെ ഷേപ്പ് പെട്ടെന്ന് ഈസി ആയിട്ട് അങ്ങനെ ഷേപ്പ് ചേഞ്ച് ആകത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ നമ്മളിങ്ങനെ പിടിച്ചു എന്ന് കരുതിന്റെ ഷേപ്പ് ഒന്നും മാറുന്നില്ല. ഇറ്റ് ഈസ് ഇൻ ദിസ് ഷേപ്പ്. പക്ഷെ ഇത് ഞാൻ ഓടിക്കണമെങ്കിൽ
ഒടിക്കണമെന്ന് വെച്ചാൽ മനപ്പൂർവ്വം ഒടിച്ചാൽ അതിന്റെ ഷേപ്പ് മാറി അല്ലേ? ദിസ് ഈസ് മൗസ്. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ നമ്മൾ എത്ര പിടിച്ചെന്നാലും അതിന്റെ ഷേപ്പ് ഒന്നും മാറുന്നില്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഈ ടൂലൈറ്റ് എന്നുള്ള പേരിലൊക്കെ കയറിയിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് താഴെയിട്ട് പൊട്ടിക്കണം എന്ന് വെച്ചാൽ ശക്തിയായിട്ട് വലിച്ചെറിഞ്ഞ ഇതിന്റെ ഷേപ്പ് മൊത്തം മാറിയില്ലേ? Okay, like that. So solid things do not change their shape so easily, and its volume also. ഇതിന്റെ ഭാരമോ അല്ലെങ്കിൽ ഇതിന്റെ സൈസ് മാറുന്നില്ലാത്തതുകൊണ്ട് ഇത് എത്രത്തോളം ഉണ്ടോ അത്ര അതേ സ്പേസും അതിനാവശ്യമാണ്. ഇനി നെക്സ്റ്റ്, ബട്ട് ലിക്വിഡ്സ് ചേഞ്ച് ഷേപ്പ് ബട്ട് നോട്ട് വോളിയം. Liquids will change its shape. If we pour the water in a bottle, it takes the shape of bottle, and same water if we pour into a cup, it will take the shape of a cup, and same water if we pour into a bucket, it will take the shape of bucket. അങ്ങനെയാണ് അല്ലേ? ലിക്വിഡ്സിന്റെ ഷേപ്പ് മാറും. അത് ഇത് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഏത് കണ്ടെയ്നറിലാണോ അതുള്ളത് അതിന്റെ ഷേപ്പ് ആകും. പക്ഷെ ഈ സാധനത്തിൽ നമ്മൾ സഞ്ചിയിൽ ഇട്ടാലും ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ തന്നെയായിരിക്കും. ഇതിനെ നമ്മളുടെ ബാസ്ക്കറ്റിൽ ഇട്ടാലും ബാസ്ക്കറ്റിന്റെ ഷേപ്പ് ആകുന്നില്ല, ഇതിന് ഷേപ്പേ മാറുന്നില്ല. അങ്ങനെ തന്നെയാണ് ഓൾ സോളിഡ്സ്. ബട്ട് ലിക്വിഡ്സ് വിൽ ചേഞ്ച് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ കണ്ടെയ്നർ. അത് ഏത് പാത്രത്തിലാണോ ഉള്ളത് ആ പാത്രത്തിന്റെ ഷേപ്പിലേക്ക് മാറും അല്ലേ? ഓക്കെ, ഇനി പക്ഷേ ഇറ്റ്സ് വോളിയം വിൽ നോട്ട് ചേഞ്ച്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അളവ് മാറ്റം വരുന്നില്ല. 1 ലിറ്റർ വെള്ളം നമ്മൾ ഒരു കുപ്പിയിൽ ഒഴിച്ചാലും 1 ലിറ്റർ ആയിരിക്കും. ഒരു 10 ലിറ്റർ ഉള്ള ബക്കറ്റിലേക്ക് ആ വെള്ളം ഒഴിച്ചാലും it will be only 1 liter. And if you pour that into a 1000 liters tank, the volume will be only 1 liter. മനസ്സിലായോ? അതായത് നമ്മള് സോളിഡിന്റെ ഷേപ്പും വോളിയൂമും മാറുന്നില്ല. പക്ഷേ ലിക്വിഡിന്റെ ഷേപ്പ് വിൽ ചേഞ്ച്, വോളിയം വിൽ നോട്ട് ചേഞ്ച്. അതാ 1 ലിറ്റർ എന്നുള്ളത് കറക്റ്റ് 1 ലിറ്റർ തന്നെയായിരിക്കും. അല്ലെങ്കിൽ 500 മില്ലി എന്നുള്ളത് 500 മില്ലി. അത് നമ്മൾ എത്ര വലിയ പാത്രത്തിൽ ഒഴിച്ചാലും അതിന്റെ വോളിയം മാറിയോ? ഇല്ല. ബട്ട് ഗ്യാസസ് ഈസിലി ചേഞ്ച് ദർ ഷേപ്പ് ആൻഡ് വോളിയം. ഗ്യാസിന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പെട്ടെന്ന് അതിന്റെ ഷേപ്പും മാറും, അതിന്റെ വോളിയം മാറും. അതായത് ഇപ്പൊ 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞത് നമ്മൾ ആ 1 ലിറ്റർ വെള്ളത്തിന്റെ സ്പേസ് അതിന് ആവശ്യമുള്ളൂ അല്ലെ? അത് 1000 ലിറ്ററിന്റെ ടാങ്കിലേക്ക് ഒഴിച്ചാലും ആ 1 ലിറ്ററിന്റെ സ്പേസ് അത്ര അതിന് ആവശ്യമുള്ളൂ. പക്ഷെ ഗ്യാസ് അങ്ങനെയല്ല. ഗ്യാസ് നമ്മളെ പറ്റിച്ചിട്ട് പോകും. ഗ്യാസിന് ഇറ്റ് ഹാസ് നോ ഷേപ്പ്. അതിനൊരു ഷേപ്പ് ഇല്ല. ആൻഡ് ഇറ്റ് വിൽ സ്പ്രെഡ് എവരിവെയർ. ഒരു കുപ്പിക്കകത്തുള്ള നമുക്കറിയാം, നമ്മളിപ്പോ ഒരു സ്പ്രേയുടെ ബോട്ടിലൊക്കെ നിങ്ങൾ വിട്ടില്ലേ? ആ സ്പ്രേ എന്ന് പറഞ്ഞൊരു ഗ്യാസ് ആയിട്ടാണ് അല്ലെ? അതിനകത്ത് വെള്ളം പോലത്തെ സാധനം. അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മാത്രം നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്നത് അവിടെ മാത്രമേ അതിന്റെ സ്മെല്ലോ ഒരു ചുറ്റുവട്ടത്ത് എല്ലായിടത്തും ഉണ്ടായിരിക്കും അല്ലെ? സോ ഇനി നിങ്ങള് സ്മോക്ക് കണ്ടിട്ടില്ലേ? യെസ്, സ്മോക്ക് ഇങ്ങനെ മേലോട്ട് പോകുന്നതാണ്. പിന്നെ നമ്മൾ കാണാറുണ്ടോ അത്? ഇപ്പൊ നമ്മൾ അടുപ്പിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. പക്ഷെ അത് മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലോ ഇറ്റ് വിൽ സ്പ്രെഡ് എവരിവെയർ. ആഫ്റ്റർവേഴ്സ് വി കനോട്ട് സീ. പിന്നെ നമുക്ക് അതിനെ കാണാനേ പറ്റുന്നില്ല അല്ലേ? അങ്ങനെയല്ലേ? യെസ്, ഓക്കെ. കൊറോണ സ്പ്രെഡ് ചെയ്ത പോലെ. കൊറോണ സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷെ കൊറോണ സ്പ്രെഡ് ചെയ്തേ കാണാൻ പറ്റും മോനെ. നിനക്ക് വന്നു, എനിക്ക് വന്നു, ഹെവന് വന്നു, ഹരിനന്ദന് വന്നു, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ ഗ്യാസ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ശരി. So what are the differences between solid, liquid and gases? Solids have proper shape and it won't change its volume, but liquids have no proper shape. It takes the shape of container in which it is, and it does not change its volume. But gas easily it changes its shape and the volume also changes. അതിന് ആവശ്യമുള്ള സ്പേസ്, സ്പ്രെഡ് ചെയ്യാൻ ആവശ്യമുള്ള സ്പേസ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം അങ്ങ് വ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു ചെറിയൊരു ഭാഗത്തേക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് ഈ സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് ഗുഡ് സ്മെൽ ഓർ ബാഡ് സ്മെൽ, വാട്ട് എവർ ഇറ്റ് മേ ബി, whenever we pass through the way, we can feel the smell of bad things or good things. For example, if flower is there, it spreads. It's a good smell everywhere. Everywhere means nearby places and all.
sometimes some trees which have a nice flowers have the smell, it will spread to the next place also. Next place means neighbor houses also. നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ എന്തായാലും ഈ രാത്രിയിലൊക്കെ പൂ വിരിയുന്ന ഒരു ചെടി ഉണ്ടല്ലോ, അത് നല്ല സ്മെല്ലായിരിക്കും. സന്ധ്യ ആകുമ്പോ നമ്മുടെ വീട്ടിലെ ചെടി ഇല്ലെങ്കിൽ പോലും അടുത്ത വീട്ടിലേക്ക് ചെടിയുടെ സ്മെല്ല് നമ്മുടെ വീട്ടിലെത്തും അല്ലെ. സോ ആ സ്മെല്ല് എന്ന് പറയുമ്പോ ഒരു അത് അന്തരീക്ഷത്തിലെ വായുവിലേക്ക് സ്പ്രെഡ് ആവുന്നു. ആ എയർ അല്ലാത്ത സ്പ്രെഡ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അറേഞ്ച്മെന്റ്. Gas easily changes the shape and volume. If you pump air into a football, the air fills the football and takes its shape. Its volume changes. It takes up less space in the football than it did outside the football. അതായത് ഇപ്പൊ നമ്മള് നിങ്ങളെ ഇവിടെ തന്നിട്ടുണ്ട് ഗ്യാസ് ചേഞ്ച് ഷേപ്പ് ആൻഡ് വോളിയം എന്ന് പറഞ്ഞ ഇത് തന്നിട്ടുണ്ട് കേട്ടോ. 38 പേജ് നമ്പർ 38. നമ്മൾ ഈസി ആയിട്ട് പറയും. ബോയ്സിനൊക്കെ പ്രത്യേകിച്ച് അറിയാവുന്നല്ലോ. ബോളിൽ നിങ്ങൾ എയർ ഫില്ല് ചെയ്യും, കാറ്റ് ഫില്ല് ചെയ്യും അല്ലെ. അപ്പം പുറത്തുള്ള വായുവിനെ നമ്മള് ഇത്രയും സ്പേസിലുള്ള വായുവിനെയാണ് നമ്മൾ ഇത്രയുള്ള ഒരു ബോളിന്റെ അകത്തോട്ട് കയറ്റുന്നത്. അത് തിക്കായിട്ടിരിക്കും അല്ലെ. അതിന് ആ ബോളിന്റെ ഷേപ്പിൽ അങ്ങനെ ഇരിക്കും. പക്ഷെ ആ ഇത് നമ്മൾ ഓപ്പൺ ആക്കി നമ്മൾ പുറത്തോട്ട് വിട്ട് കഴിയുമ്പോഴോ ആ ബോളിലുള്ള എയർ അങ്ങനെ തന്നെ റൗണ്ട് ഷേപ്പിലാണോ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നത്? നോ, it will spread everywhere, isn't it? Okay. Arrangement of molecules. All molecules of a substance attract each other. The three states of matter have different properties because of difference in the arrangement of molecules in them. We said that solids have its own shape, proper shape. It doesn't change its shape. അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് ഇൻ സോളിഡ്സ് മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് വെരി വെരി ക്ലോസ്. സോളിഡ് തിങ്ങിലുള്ള മോളിക്യൂൾസ് വളരെ വളരെ അടുക്കി വെച്ചിരിക്കുന്നത് മോളിക്യൂൾസ് ഉള്ളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇൻ ലിക്വിഡ് മോളിക്യൂൾസ് ആർ ലിറ്റിൽ ലൂസ്ലി അറേഞ്ച്ഡ്, കുറച്ച് ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ടാണ് അതിന് പ്രോപ്പർ ഷേപ്പ് ഇല്ലാത്തത്. നെക്സ്റ്റ് ഇൻ എയർ അഗെയിൻ ഇറ്റ് ഈസ് ലൂസ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. സി പേജ് നമ്പർ 39 ഒരു പിക്ചർ നോക്കിക്കേ ടെക്സ്റ്റ് ബുക്കില്. അശ്വൻകുട്ട കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് പ്ലീസ് സീ ഇൻ പേജ് നമ്പർ 39. സി ലിക്വിഡിലുള്ള മോളിക്യൂൾസ് വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേറാസ് ഇൻ not liquid, solids. Molecules in solids are arranged very closely. First picture. Second picture, molecules in a liquid, little bit of loose it is. കുറച്ച് ലൂസ് ആണത് അല്ലെ മറ്റതിനെ വെച്ച് നോക്കുമ്പോൾ. But in whereas in air, what about the air's condition? In air, molecules are arranged very loosely. അവിടെ എവിടെയൊക്കെ ഓരോ മോളിക്യൂൾസേ ഉള്ളൂ. അതുകൊണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടില് എന്താ പറയുന്നത്, നിങ്ങളിപ്പം ബോളിന്റെ കാര്യം തന്നെ പറഞ്ഞു. ഫുട്ബോളിൽ നിങ്ങൾ എയർ നിറയ്ക്കുന്നു. ആ ബോളിൽ കുറച്ച് എയറേ ഉള്ളെങ്കിൽ എങ്ങനെയായിരിക്കും ആ ബോള്? ഹെവൻ ആർ യു സ്റ്റാഫ്? ഹെവന് സ്റ്റക്കാണോ? അല്ലല്ലോ. പറഞ്ഞു. ബോൾ യു പ്ലേ വിത്ത് ബോൾ, ഐ തിങ്ക്, isn't it? Here in school and all you were playing now? Football and all, volleyball and all. Okay, if that ball is having a very less air, what will happen? It will become small. It becomes smaller. No, I don't agree with that. Neengula. And then I'm asking. Proper shape. It will not have proper shape. അത് റൗണ്ടിൽ വരൂല. Because very less air is there, isn't it? But if a ball is filled with complete air in that, how it will be? It will be hard, isn't it? നല്ല ഹാർഡ് ആയിരിക്കും. പിടിക്കുമ്പോൾ നല്ല കട്ടി. ആ ബോൾ വെച്ച് എയർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയ്യോ പാവം, ഒരാഴ്ച തന്നെ ഇരിക്കാനുള്ള വകയാകും അല്ലെ. അതായത് ലൂസ് ആയിട്ടുള്ള ബോൾ ആണെങ്കിലോ we won't bother at all, isn't it? Okay, അപ്പം അതേ രീതിയിൽ തന്നെയാണ് ലിക്വിഡ് സോളിഡില് നല്ല തിക്കായിട്ട് നമ്മൾ എയർ ഫില്ല് ചെയ്ത ഒരു ബോൾ പോലെയാണ്. അതിനൊരു മൂവ്മെന്റും ഇല്ല. മീൻസ് അവിടെ നമ്മൾ പിടിക്കുമ്പോൾ ഒന്നും ഒരു ഹാർഡ്
പക്ഷെ കുറച്ച് ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെയാണ് ലിക്വിഡിന്റെ കേസ്. കുറച്ച് ലൂസ് ആണ് അല്ലെ. ഇനി നല്ലപോലെ മൊത്തം പഞ്ചറായി പോയ ബോളിന്റെ പോലെയാണ് ഗ്യാസിന്റെ അവസ്ഥ, അതിനകത്തുള്ള മോളിക്യൂൾസ്. ദാറ്റ്സ് വാട്ട് ഐ സേ ഹിയർ. In solids, molecules are arranged very closely, and in liquids, it is arranged loosely, and in gas, it is arranged very loosely. I will show. Just a minute. I'll try to share a screen. Okay, now look at this. First picture, solid, liquid, gas. Can you see? In this solid, molecules are arranged very close, but in liquid, it is a little bit of loose, and in gas only very few. Isn't it? Can you see? Arjun, can you see? Where are you looking then? My sister come. Okay, see in this picture and all. This one you can see, this one you can see. In solid, it is arranged very closely, but in a liquid, it is loose here and there, isn't it? There is plenty of gap. But in gas, you see only 1, 2, 3, 4, 5 like that. Very less molecules are there. So that's what liquids have proper shape, and whereas solid have proper shape, whereas liquid and gas has no proper shape. പക്ഷെ ഇവിടെ ലിക്വിഡിന് എന്താണ് ഒരു പ്രത്യേകത? ഇറ്റ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഇസ്, ആൻഡ് ഇറ്റ് ഡസന്റ് ചേഞ്ച് ദ വോളിയൂം. അതിന്റെ സ്പേസ് എത്ര വേണോ അത് ചേഞ്ച് ചെയ്യുന്നില്ല. 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ അതിന് എത്ര സ്പേസ് കുപ്പിയിൽ ആവശ്യമാണോ അത്രയും തന്നെ സ്പേസ് ആണ് ബക്കറ്റിലും. അത് മേ ബി ബക്കറ്റിന്റെ ഷേപ്പ് അനുസരിച്ച് അതിന്റെ വോളിയൂം സ്പേസ് ചേഞ്ച് ചെയ്യും, പക്ഷെ വോളിയൂം എത്ര വേണം എന്നുള്ളതിന്റെ അത് മാറത്തേ ഇല്ല. ഇനി ഗ്യാസിൽ നോക്കാം, only the molecules are arranged very loosely. Okay, gas എന്താ പറഞ്ഞേ? ഗ്യാസോ? ഗ്യാസിൽ it is arranged very loosely. Okay, in solids the molecules are very tightly packed. As they are very close together, they attract each other very strongly. This force of attraction keeps them together. The positions of molecules in a solid are fixed. They can only vibrate about their fixed position. This is why solids have a definite shape and volume. Why solids have a definite shape? Because the molecules in the solids have been arranged very tightly or very closely, and it has very close attraction. നമുക്ക് ഞാനൊരു എക്സാമ്പിൾ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടില് ഒരു പാത്രത്തിനകത്ത് എന്തെങ്കിലും സാധനം ഇട്ട് വെക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള എന്താ പറയണ്ടേ, അരിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രമില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് നെവർ എൻഡഡ് ദ കിച്ചൺ. പിന്നെ എങ്ങനെ ഇതൊക്കെ കാണുന്നല്ലേ? ഓക്കെ, okay. Some of you have entered, I think. Okay. Other day I told you to make black tea. How many of you made? Only that Juvana മാത്രം എനിക്കത് ഇട്ടോന്നുള്ള കാപ്പി വെച്ച് ചായ വെച്ചെന്റെ ഒക്കെ ആരും ചായ വെച്ചിട്ട് വീഡിയോ അല്ല ഫോട്ടോ ഇട്ടൊന്നില്ല. അശ്വിന് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഈസി ആയിട്ടുള്ളതാ ഞാൻ പറഞ്ഞത്. ബ്ലാക്ക് ടീ ഓർ ബ്ലാക്ക് കോഫി. നിനക്ക് ബിരിയാണി ആക്കാൻ അറിയെങ്കിലും അതും ആക്കിക്കോ. You should not ask the help of mother. You have to do by yourself. Don't ask your mother to help. Don't ask where is tea powder, where is sugar, where is utensil, where is water, where is gas, where is lighter and all. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അമ്മയോട് ചോദിക്കാതെ without any help of your mother you have to make anything. വീഡിയോ എടുത്തയക്കണോ? No need. നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ആണെങ്കിലും എടുത്തിട്ടാ മതി. എനിക്ക് ആ കൊച്ചു മാത്രം ഇട്ട് തന്നു, ജുവാന, വേറെ ആരും ഇട്ട് തന്നിട്ടില്ല. പറ്റിപ്പോയി, എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണല്ലോ, എല്ലാം പറ്റിപ്പോയി.
ഉള്ള തട്ടിപ്പായിരിക്കും. തട്ടിപ്പോ? അമ്മ ഉണ്ടാക്കിയിട്ട് അതിന്റെ എടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്താ പോരെ. ഒരു കാര്യം ചെയ്യ്. എനിക്ക് ഐ ബിലീവ് ഹർ. ഐ ഹാവ് ഫെയ്ത്ത് ഇൻ ഹർ. മീൻസ് ഞാൻ അവളെ വിശ്വസിക്കുന്നുണ്ട്, അവൾ തന്നെ ചെയ്തതാണെന്ന്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ട് ആ ഭാഗത്ത് നിങ്ങളുടെ അമ്മമാരും ഉണ്ടാക്കാൻ പാടില്ല. അമ്മയുടെ ചായ വെക്കുന്ന പാത്രം എവിടെയാണ്, ചായപ്പൊടി എവിടെയാണ്, പഞ്ചസാര എവിടെയാണ്? യു ഷുഡ് നോട്ട് ആസ്ക് എനിത്തിങ് ടു യുവർ മമ്മി. I should not ask not only to mother. Not only to mother, should not ask to anybody at home. മമ്മിയോട് ചോദിക്കലെന്ന് പറഞ്ഞിട്ട് മമ്മിയോട് ചോദിക്കാതെ ചേച്ചിയോടോ ചേട്ടനോടൊക്കെ ചോദിക്കുന്നത് അത് പറ്റൂല. സ്വന്തമായിട്ട് സാധനങ്ങൾ എവിടെയാന്ന് ഐഡന്റിഫൈ ചെയ്ത് ചായയോ കാപ്പിയോ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുക. ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ you can do it, but should not ask any. Should not ask any. പറ്റോ? Noodles. Whatever it may be, you can make, but you should not ask the help of others. Should not ask. ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങള് അതേഴ്സ് ഹെൽപ്പ് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നല്ല, ഈ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് പോലും ചോദിക്കാൻ പറ്റില്ല. ഉപ്പ് എവിടെയാണ്, മുളക് എവിടെയാണ്, നമ്മള് തന്നെ പോയി കണ്ടുപിടിക്കണം. എവിടെയാണ്, എണ്ണ എവിടെയാണ്? You should not ask for such things. You have to find out all things where it is kept in the kitchen. ഞാൻ വിചാരിച്ചു അന്ന് ക്ലാസ് കഴിയുമ്പോൾ എല്ലാരും പറഞ്ഞു ഐ വിൽ ഡു. ഒറ്റ ഒരാളാണ് ചായ ഉണ്ടാക്കിയിട്ടിട്ടത്, വേറെ ആരും ചെയ്തില്ല. ഓക്കെ, ഇന്ന് ഞാൻ നോക്കും എത്ര ബിരിയാണി വരും, എത്ര ചായ വരും, എത്ര നൂഡിൽസ് വരും എന്നൊക്കെ. പൊറോട്ട എനിക്കിന്നൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. You have already made a tea. യുവാന്റെ വീട്ടിൽ ഗ്യാസ് None other students have been made. So today they have promised they will make biryani. Some will make biryani, some will make motor roast, some will make noodles. ഇവിടുന്ന് അങ്ങോട്ട് പാർസലാക്കി വിടാം. Adira, what you will make? ഇന്നലെ No, I don't want that. Today what you will make, I am asking. ആലോചിക്കണം. 2 days she need to think what she will make. Okay, what about you, Ashwin? What you will make, Ashwin? Ashwin എന്തുണ്ടാക്കും? ഹരിനന്ദ, what you will make? മുട്ട ഓംലെറ്റ്. You, Sani, what you will make? Let me see what all items will come today. Fastly, ഷാനിഫിന്റെ വീട് എവിടെയാ, കിച്ചൺ എവിടെയാ ഒന്നും അറിയത്തില്ല. ഓക്കെ, ശ്രീവിഷ്ണു, what you will make, ശ്രീവിഷ്ണു? ശ്രീവിഷ്ണു stuck. അർജുൻ എന്തായിരുന്നു പറഞ്ഞ? മുട്ട റോസ്റ്റ് അല്ലേ? ഹെവൻ, what you will make? ഹെവൻ stuck. ഇവിടെ ജസ്റ്റസ് ബിരിയാണിയാ പൊറോട്ടയാ? ബിരിയാണി പ്ലസ് പൊറോട്ട. ഓഹോ, അറ്റ്ലീസ്റ്റ് കട്ടൻ ചായയെങ്കിലും നീ അനത്തുവോ? ഈ ബിരിയാണിയും പൊറോട്ട അതൊക്കെ അവിടെ നിക്കട്ടെ ഒരു സൈഡില്. ഇപ്പൊ നടക്കുന്ന വല്ല കാര്യം പറയുമ്പോനെ നടക്കുന്ന കാര്യം പറഞ്ഞ ഒരു കട്ടൻ. ഓക്കെ, എനിവേ ലെറ്റ് മീ സീ ബൈ ഈവനിങ് വാട്ട് യു വിൽ മേക്ക്. ജീവന് സ്റ്റക്ക് ആണ്. അശ്വിൻ അമ്മ ഇട്ടതോ ഒന്നും രാത്രി 8 മണിക്ക് ശേഷം മതിയോ? എന്താ മിസ്സേ, ഞാൻ രാത്രി 8 മണിക്ക് ശേഷം മതിയോ? വീട്ടില് പപ്പയും 8 മണിക്ക് ശേഷം വരത്തുള്ളത്. ഓക്കെ, നീ മോള് ഇതിട്ടതല്ലേ, കട്ടൻ ചായ ഇട്ട് കാണിച്ചതല്ലേ? ഇനഫ്. ഈ ബാക്കിയുള്ള ടീംസ് ആണ് ഒന്നും ഇടാത്തവര്. എനിവേ ഗ്രൂപ്പിലിടുന്നില്ല, ഇനി പേഴ്സണൽ ആയിട്ട് ഇട്ടാലും മതി. ഓക്കെ, എങ്ങനെയാലും ഇട്ട് കണ്ടാ മതി, ഫോണിനകത്ത് സംഭവം കണ്ടാ മതി. ഓക്കെ, in solids
molecules are arranged very tightly and they will attack very ഇവിടെ നമ്മൾ എന്തിനായിരുന്നു ഇവിടെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വർക്കിലേക്ക് പോയത്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ അരി ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രം കണ്ടിട്ടുണ്ടോ? അരി ഇതിനകത്ത് ഇട്ട് വെക്കുന്ന ഒരു എന്തെങ്കിലും ഒരു പാത്രത്തിലായിരിക്കും, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന് സഞ്ചി നഴിച്ചിട്ട് ഇതിനകത്ത് ബക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഡബ്ബ എന്തെങ്കിലും കാണും നിങ്ങളുടെ വീട്ടിൽ അല്ലെ? അതൊക്കെ ഉണ്ടോന്ന് നോക്കണം, അങ്ങനെ വല്ല സാധനം ഉണ്ടോന്ന് നോക്കണം കേട്ടോ. വലിയ ബക്കറ്റ് നിറച്ച അരിയുണ്ട് നമ്മളെ. ഓക്കെ, അപ്പോൾ ഈ ഇട്ട് വെച്ചിട്ടുള്ള പാത്രം നിറച്ച് അരി ഉണ്ടെങ്കിൽ ആ ഫുള്ളാണെന്നറിയില്ല ആ പാത്രം നമ്മളിങ്ങനെ കമത്തുവോ തിരിക്കുകയോ മറിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് അതിനകത്ത് എന്തെങ്കിലും മൂവ്മെന്റ് നമുക്ക് തോന്നുവോ? നോ, ഇല്ല അല്ലെ? കാരണം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. സോ ബട്ട് അതിൽ നിന്ന് ഹാഫ് നമ്മൾ എടുത്ത് മാറ്റി. ഇഫ് യു ഹാവ് റിമൂവ്ഡ് ഹാഫ് പാർട്ട് ഓഫ് ദാറ്റ് ഓർ ലിറ്റിൽ ബിറ്റ് വി ഹാവ് there is space. If you turn like this with that tin, it will, we can hear some sounds, there will be movement. And if you remove half of that or more than half, very loosely it will, we can move it, isn't it? അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചുള്ള ഇനി എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾ പറയും. വെള്ളം, നിങ്ങളൊരു ബോട്ടിൽ ഫുള്ള് വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കമത്തിയാലും തിരിച്ചാലും ഒന്നും അനങ്ങുന്നില്ല. ഒരു കുറച്ച് വെള്ളം നിങ്ങൾ കുടിച്ചിട്ട് കുപ്പി കമത്തിയാലോ നേരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇനി ഒരു ഹാഫ് പാർട്ടേ ഉള്ളെങ്കിലോ അതിനകത്ത് വളരെ ഈസി ആയിട്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അല്ലെ? അങ്ങനെ ലൈക്ക് ദി സെയിം. ഇവിടെ നമ്മുടെ ടൈം തീരുകയാണ്. നമുക്ക് ഇനി കമ്പ്യൂട്ടർ ഉണ്ടോ ഇന്ന്? ടുഡേ ഡു വി ഹാവ് കമ്പ്യൂട്ടർ ക്ലാസ്? ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് കമ്പ്യൂട്ടർ വിൽ ടേക്ക് സയൻസ്. ഓക്കെ, time is up. Bye.